ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പത്തെ രണ്ട് പാർട്ടിലായിട്ട് നമ്മൾ 1858 1919 വരെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൽ മോർലി മിൻഡോ റീഫോംസ്, മൊണ്ടേഗ് ചെംസ്ഫോർഡ് റീഫോംസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിരുന്നു. അതിലേക്ക് ബോർഡൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിന് ശേഷമുള്ള കുറച്ച് ഡെവലപ്മെന്റ്സും ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുന്നവരെയുള്ള 1947 വരെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നോക്കാം. എൻട്രി ടിവിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടുകളിലായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് 1919 വരെയുള്ള കൗൺസിൽസ് ആക്ട് വരെയുള്ള കാര്യങ്ങൾ കണ്ടായിരുന്നു. അത് നമ്മൾ പല സ്റ്റേജസ് കണ്ടു. ആദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ട്രേഡിന് മാത്രം വന്ന കമ്പനി എങ്ങനെ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നു, അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഇന്ത്യൻ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ടുണ്ടായ ഡെവലപ്മെന്റ്സ് ഒക്കെ കണ്ടു. 1919 ആക്ട് വരെ നമ്മൾ കണ്ടു. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിൽ മേജർ ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലെ ലാസ്റ്റ് പാർട്ടായിരിക്കും. സോ അതപ്പോൾ നമുക്കറിയേണ്ടത് 1919 കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തുന്നത് 1919 ആക്ടിന്റെ ഒരു പ്രൊവിഷൻ ആയിരുന്നു 10 കൊല്ലത്തിന് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കാനും അതിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണം, പഠനങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത്തരത്തിൽ 1929 ഒരു കൗൺസിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ടായ ചില മാറ്റങ്ങൾ, പ്രോ ഇന്ത്യ ആയിട്ടുള്ള ഗവൺമെന്റ് അവിടെ വന്നതോടുകൂടി, ഇലക്ഷൻ അടുത്തതോടുകൂടി അവിടെ ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് കുറച്ച് നേരത്തെ, 2 വർഷം നേരത്തെ 1927 ഇത്തരത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷന്റെ പേരാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈമൺ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സൈമൺ കമ്മീഷനിലെ മെമ്പേഴ്സ് ഒക്കെ ബ്രിട്ടീഷുകാരായിരുന്നു, ഒറ്റ ഇന്ത്യക്കാരില്ലായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടീസ്, കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടക്കമുള്ള അന്നത്തെ നാഷണൽ മൂവ്മെന്റിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന എല്ലാവരും ഈ ഒരു കമ്മീഷനെ അവര് തള്ളിക്കളഞ്ഞു, അവരെ ബോയ്ക്കോട്ട് ചെയ്തു എന്നാണ് ഇതിന് ശേഷം നടന്നിട്ടുള്ള മേജർ ഒരു ഇവന്റുകളിലൊന്ന്. ഹിസ്റ്റോറിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊന്നും. അപ്പോൾ അവരുടെ പല റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. ഡയാർക്കി അബോളിഷ് ചെയ്യണം, റെസ്പോൺസിബിൾ ഗവൺമെന്റ്, പ്രൊവിൻസസിൽ റെസ്പോൺസിബിൾ ഗവൺമെന്റ് കൊണ്ടുവരണം, ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സും ബ്രിട്ടീഷ് ഇന്ത്യയുമായിട്ടുള്ള ഒരു ഫെഡറേഷൻ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞ് പല റെക്കമെൻഡേഷൻ സൈമൺ കമ്മീഷന്റെ ഭാഗമായിട്ട്. പക്ഷേ ഇത് എല്ലാം ഈ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് നടക്കുന്നത്, വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ അതിന്റെ ഔട്ട്കംസിനെ കുറിച്ചും ഓരോ സമ്മേളനത്തെ കുറിച്ചൊന്നും നമ്മൾ ഈ ഒരു പോയിന്റിൽ പഠിക്കേണ്ട, ഹിസ്റ്ററിയിൽ പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്കാർക്ക് തന്നെ തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് ഒരു വൈറ്റ് ഡ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹിസ്റ്ററിയിൽ കാണാം. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അതൊക്കെ 1919 ശേഷം നടക്കുന്ന മേജർ ഇവന്റ്സ് ആണ്. പിന്നെ നമ്മൾ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം, കമ്മ്യൂണൽ അവാർഡ് എന്നുള്ള വേർഡ് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ 1919 ആക്ടിൽ പറഞ്ഞിരുന്നു, 1909 ആക്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നുള്ള സംഭവം. അത് ഓരോ കമ്മ്യൂണിറ്റിക്കും, മുസ്ലിംസിനും ഹിന്ദുസിനും കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നുള്ളൊരു സംഭവം നമ്മൾ കണ്ടായിരുന്നു. അത് 1919 ആക്ടിൽ ഒന്നും കൂടെ വ്യാപിപ്പിച്ചിട്ട്, ഒന്നും കൂടെ വിപുലീകരിച്ചിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസിന്റെ ഇടയിൽ തന്നെയുള്ള കമ്മ്യൂണിറ്റീസ്, ഇപ്പോൾ പല ജാതി വിഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നുള്ള രീതിയിലേക്ക് അതിനെ ഒന്ന് വിപുലീകരിക്കുകയുണ്ടായി. ഗാന്ധിജി ഈ ഒരു തീരുമാനത്തിന് വളരെ എതിരായിരുന്നു. പുള്ളി അതിനെതിരെ നിരാഹാരമൊക്കെ കിടക്കുന്നത്. പക്ഷെ അംബേദ്കർ ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി യാർവാദ ജയിലിൽ നിരാഹാരം കിടക്കുന്നത് 1932 1919 ആക്ടിലെ പ്രൊവിഷൻ വെച്ചിട്ടാണ് ഈ ഒരു കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നത്. 1932 യാർവാദ ജയിലിൽ ഗാന്ധിജി നിരാഹാരം കിടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റായിട്ടൊരു പാക്ട് സൈൻ ചെയ്യുന്നു. അതിനാണ് പൂനെ പാക്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് 1919 ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് മേജർ ഡെവലപ്മെന്റ്സ് പറയുന്നത്. ഇതിന്റെയൊക്കെ കൾമിനേഷനും ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു ആക്ട് വരികയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന ഒരു ആക്ട് വരികയാണ്. ഈ ആക്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഉള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളിപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭൂരിഭാഗം ഫംഗ്ഷൻസും എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഫോംസ് ഒക്കെ എടുത്തിരിക്കുന്നത് 1935 ആക്ടിൽ നിന്നാണ്. അത് ബേസിക്കലി ഡിറൈവ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ബട്ട് സ്റ്റിൽ
എന്താ പറയുക, ഈ ഒരു 1935 ആക്ടിൻ്റെ വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് 1935 ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതിൽ ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്നുള്ള കൺസെപ്റ്റ് വന്നു. ഫെഡറേഷൻ എന്ന് നമ്മൾ പറയുന്നത് പല ചെറിയ ചെറിയ യൂണിറ്റ് ചേർന്നിട്ടുള്ള ഒരു വലിയ രാജ്യത്തിനാണ് ഫെഡറേഷൻ എന്ന് പറയുക. അപ്പോൾ ഇന്ത്യ പല സംസ്ഥാനങ്ങൾ ചേർന്നിട്ട് ഇന്ത്യ ഒരു രാജ്യമായിട്ട് നിൽക്കുന്നു. അതൊരു ഫെഡറേഷനാണ്, ഐഡിയൽ ഫെഡറേഷൻ അല്ല. അതൊക്കെ നമുക്ക് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് കാണാം. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ഫെഡറേഷൻ എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ വന്ന് 1935 അതായത് പ്രൊവിൻസസ്, ബ്രിട്ടീഷ് പ്രൊവിൻസസും പ്രിൻസ്ലി സ്റ്റേറ്റ്സും. പ്രിൻസ്ലി സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ നാട്ടുരാജ്യങ്ങളാണ്. ബ്രിട്ടന്റെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങളെയാണ് അന്നത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രിട്ടന്റെ നേരിട്ടുള്ള പ്രൊവിൻസസും അല്ലാത്ത പ്രിൻസ്ലി സ്റ്റേറ്റും ചേർന്നിട്ടുള്ള ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത് 1935 ആക്ടിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റുകൾ, 3 ലിസ്റ്റുകൾ വളരെ സെപ്പറേറ്റ് ആയി ഡിമാർക്കേറ്റ് ചെയ്യപ്പെട്ടു. ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡിമാർക്കേറ്റ് ചെയ്യപ്പെട്ടു. ഈ ലിസ്റ്റുകൾ നമ്മളിപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ ഇതുപോലെ വളരെ ഡിമാർക്കേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റുകളൊന്നും 1935 ആക്ടാണ്. അടുത്ത് ദ റെസിജ്വറി പവേഴ്സ് വർ വെസ്റ്റഡ് വിത്ത് ഗവർണർ ജനറൽ. റെസിജ്വറി പവേഴ്സ് എന്ന് പറയുന്നത് ഈ 3 ലിസ്റ്റുകളിലും പറയാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ ലെജിസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പവർ ആർക്കാണ് എന്നുള്ളതാണ് റെസിജ്വറി പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഗവർണർ ജനറലൊക്കെ ആയിരുന്നു അന്നത്തെ റെസിജ്വറി പവർ വിട്ടിരുന്നത് പ്രൊവിൻസസിൽ. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം റെസിജ്വറി പവേഴ്സ് ഉള്ളത് പാർലമെന്റിലാണ്. സോ ഈ ആക്ട് ഡയാർക്കി അബോളിഷ് ചെയ്യുന്നു. പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന് ഓട്ടോണോമി കൂടുതൽ കൊടുക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ സെൻട്രലിൽ ഡയാർക്കി അവർ അഡോപ്റ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ബൈ ക്യാമറൽ ലെജിസ്ലേഷൻ, 2 ലെജിസ്ലേറ്റീവ് ഹൗസസ് കൊണ്ടുവരുന്ന ആ സംഭവം 11 പ്രൊവിൻസസ് ഉണ്ടായാലും 6 പ്രൊവിൻസസിലും ബൈ ക്യാമറൽ ലെജിസ്ലേറ്റും കൊണ്ടുവരുന്നു. ഒരു ഫെഡറൽ കോർട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്ന് കാണുന്ന പല ഫീച്ചേഴ്സിൻ്റെയും ഒരു റോ വേർഷൻ അന്നത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സോ അതുകൊണ്ട് 1935 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിന്റെ വളരെ എന്താ പറയുക നട്ടലാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ആക്ടിന്റെ പല പ്രൊവിഷൻസും 1935 ആക്ടിന്റെ പല പ്രൊവിഷൻസും ഡയറക്ട്ലി ഇംപ്ലിമെന്റഡ് ആയില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. പക്ഷേ ഈ ആക്ട് ആസ് എ ഡോക്യുമെന്റ് ഇറ്റ് ഈസ് ഹാവിംഗ് ഭയങ്കര റെലവൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്. അടുത്ത ഇമ്പോർട്ടന്റ് ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 എന്ന് പറയുന്നത്. അത് ഇന്ത്യ സ്വതന്ത്രമാവുന്ന ആക്ടാണ്. അത് പാസ് ചെയ്യുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. 5 ജൂലൈ 1947 ബ്രിട്ടീഷ് പാർലമെന്റ് അത് പാസ്സാക്കുന്നത്. റോയൽ അസന്റ്, ക്യൂവിന്റെ അസന്റ് കിട്ടുന്നത് ജൂലൈ 18 1947. ഈ ഒരു ആക്ടോടുകൂടി ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുന്നു, സ്വതന്ത്രയാവുന്നു എന്നുള്ളതാണ് ഈ ആക്ടിന്റെ കാതൽ എന്ന് പറയുന്നത്. ഇന്ത്യനെ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറിൻ സ്റ്റേറ്റ്, ഇൻഡിപെൻഡന്റ് വളരെ സ്വതന്ത്രവും പരമാധികാരവുമുള്ളമായ ഒരു രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഓഫ് ആക്ട് എന്ന് പറയുന്നത്. അത് സെൻട്രലിലും പ്രൊവിൻസസിലും എന്ത് ചെയ്തു, ഇൻഡിപെൻഡന്റ് ആൻഡ് റെസ്പോൺസിബിൾ ഗവൺമെന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആക്ടാണ് 1947 ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈസ്രോയി എന്ന് പറഞ്ഞിട്ടുള്ള ക്യൂൻസിന്റെ ഏജന്റ് ആയിട്ടുള്ള ഒരു ഒഫീഷ്യലായിരുന്നു ഇന്ത്യയിലെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ വൈസ്രോയിനെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈസ്രോയി ആൻഡ് ഗവർണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. അവരുടെ പവേഴ്സ് ഒക്കെ എടുത്തു കളഞ്ഞ് വളരെ കുറച്ച് ചുരുങ്ങിയ കാലത്തേക്കുള്ള നാമമാത്രമായ അധികാരങ്ങളൊക്കെ കൊടുത്തു ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെമി കമ്മീഷൻ, റൗണ്ട് ടേബിൾ കോൺഫറൻസ് അതൊക്കെ കഴിഞ്ഞ് 1946 നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നുണ്ട്. ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ ബേസിലാണ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാർ തന്നെ എഴുതാൻ തീരുമാനിച്ചു. ആ ഭരണഘടന എഴുതാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഗ്രൂപ്പിനാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് 2 ഫംഗ്ഷൻസ് ആണ് കൊടുത്തത്. ഒന്ന് ഇന്ത്യയുടെ പാർലമെന്റായിട്ട് ആക്ട് ചെയ്യുക, പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ്. അങ്ങനെ 2 ഫംഗ്ഷൻസ് കൊടുക്കുന്നതും ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. അടുത്തൊരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ചായിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ കുറിച്ചായിരിക്കും. സോ അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു, ക്യാബിനറ്റ് മിഷൻ എന്ന കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ ഇത്രയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് മുതലാണ്, 1600s മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിച്ചത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടോടുകൂടിയാണ്. അപ്പോൾ ഇത്രയും ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ള പല ഡെവലപ്മെന്റ്സും കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചുള്ള പല ഡെവലപ്മെന്റ്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓരോ ആക്ടുകൾ ഓർത്തിരിക്കുക, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഓർത്തിരിക്കുക.
ആ പ്രൊവിഷനെ കൊണ്ടുവന്ന എന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്യൂസസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വരെയുള്ള കാര്യങ്ങളാണ്. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുന്നവരെയുള്ള ചില കാര്യങ്ങളാണ്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് ചാപ്റ്റർ ഇവിടെ തീരാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മോർ ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ചത് എവിടേക്കാണ് വിട്ടുപോയത്, എന്തൊക്കെയാണ് മിസ്സായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മിസ്സായ ടോപ്പിക്സ് ഉണ്ടെങ്കിലും മിസ്സായ ഏരിയസ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക്കാണ്. അത് അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.